മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതിൽ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാർ മതിയെന്നാണ് അഭിപ്രായം. കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്ക് പ്രാതിനിധ്യം നൽകാൻ ആലോചനയുണ്ട്. നിഖിൽ പ്രമേശാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത് നമ്മളോടൊപ്പം. നിഖിൽ, ഒരുപാട് വാർത്തകൾ നിഖിൽ ഇതിനോടകം തന്നു. ഇനിയിപ്പോൾ മലപ്പുറത്ത് ഈ ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അതിനിടയിൽ നിഖിൽ ഒരു വിവരം കേട്ടത് ലീഗിന് 5 മന്ത്രിമാരായിരിക്കുമെന്നാണ് അറിഞ്ഞത്. പക്ഷെ 4 മന്ത്രിമാരിലേക്ക് ചുരുങ്ങുമോ, പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള വലിയ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ വലിയ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് വനിതാ മന്ത്രി ഉണ്ടാകുമോ ചില ചോദ്യമുണ്ട്. അപ്പൊ നിഖിൽ, ലീഗിന്റെ നീക്കങ്ങൾ കൃഷ്ണ, ഇത്തവണത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് PV അൻവർ ഒഴികെയുള്ള, അതായത് മറ്റെല്ലാ ഘടകകക്ഷികളും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഏക MLA ഉള്ള പാർട്ടികളൊക്കെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലീഗിന്റെ മന്ത്രിസ്ഥാനം 4ലേക്ക് ചുരുങ്ങുമോ, 4 ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കും ചുരുങ്ങുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നത്. അതിനെന്തായാലും മുസ്ലിം ലീഗ് വഴങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിസ്ഥാനം എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. അതിൽ പക്ഷേ ഇപ്പോൾ പ്രാദേശിക പ്രാതിനിധ്യം കൂടി പരിഗണിക്കുമെന്നുള്ള വാർത്തകളാണ് നേതാക്കളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. മലപ്പുറത്തെ പാർട്ടി, അതുകൊണ്ട് മലപ്പുറത്തെ നേതാക്കൾ എന്നുള്ളൊരു നരേഷൻ രൂപപ്പെടുത്തേണ്ട അത്തരത്തിലുള്ളൊരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. തമിഴ്നാട്ടിലടക്കം മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വിജയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പാൻ റീച്ച് ഉറപ്പാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിലെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വിവിധ ജില്ലകളിൽ മത്സരിച്ച് വിജയിച്ച MLA-മാരുള്ള ജില്ലകളിലെല്ലാം തന്നെ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് 2 MLA-മാരെ, 2 മന്ത്രിമാരെ ഉണ്ടാകൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേരുകയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനിയൻ PK കുഞ്ഞാലിക്കുട്ടി, പിന്നെ മറ്റൊരാൾക്ക് കൂടി ഒരുപക്ഷെ ജില്ലയിൽ നിന്ന് അവസരം കിട്ടും. മറ്റൊരാൾ പാലക്കാടിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ N ഷംസുദ്ദീൻ ആയിരിക്കും. മത്സരിച്ച മുഴുവൻ പേരും വിജയിച്ച ജില്ലയാണ് കോഴിക്കോട്. അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ആ കോഴിക്കോടിന് ഉറപ്പായും ഏറ്റവും അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുറ്റ്യാടിയിൽ നിന്നുള്ള ജനപ്രതിനിധി പാറക്കൽ അബ്ദുള്ളയാകും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മന്ത്രി. KM ഷാജിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിലൂടെ 2 ഗുണം. ഒന്ന്, ഷാജി വയനാട്ടുകാരനാണ്. സ്വാഭാവികമായിട്ടും വയനാടിനുള്ളൊരു പ്രാതിനിധ്യം കൂടിയാകും ഷാജിക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ എന്ന് ലീഗ് കരുതുന്നുണ്ട്. മറ്റൊന്ന് കൊച്ചിയാണ്. കളമശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച MLA സഭയിലുണ്ടാകും. അതോടൊപ്പം തന്നെ കാസർഗോഡ് ഒരുപക്ഷെ കല്ലട്ടർ മായിൻ ഹാജി അല്ലെങ്കിൽ AK അഷ്റഫ്, ഇങ്ങനെ വിവിധ ജില്ലകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ മലപ്പുറത്ത് നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പേർ വിജയിച്ച മലപ്പുറത്ത് നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ എന്നുള്ളത് ഒരു തെറ്റായ സന്ദേശം കൊടുക്കും. അണികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകേണ്ട എന്നുള്ള നിലപാടാണ് നിലവിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.